ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് നവജീവൻ പദ്ധതിയാണ്. മുതിർന്ന പൗരന്മാർക്കുള്ള സ്വയം തൊഴിൽ പദ്ധതിയാണ്. കേരളത്തിലെ എംപ്ലോയ്മെൻ്റ് എക്സ്ചേഞ്ചുകളിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടുള്ള മുതിർന്ന പൗരന്മാർക്കുള്ള കേരള സർക്കാരിൻ്റെ ഒരു സ്വയം തൊഴിൽ പദ്ധതിയാണ് ഇത്. ഈ പദ്ധതിയിൽ അപേക്ഷിക്കുന്നവർക്ക് എംപ്ലോയ്മെൻ്റ് രജിസ്ട്രേഷൻ നിലവിലുണ്ടായിരിക്കണം. അവരുടെ പ്രായപരിധി 50-നും 65-നും ഇടയിലായിരിക്കണം. അവരുടെ വാർഷിക വരുമാനം 1,00,000 രൂപയിൽ കൂടാൻ പാടില്ല. എംപ്ലോയ്മെൻ്റ് രജിസ്ട്രേഷൻ നിലവിൽ യഥാസമയം പുതുക്കിക്കൊണ്ടിരിക്കുന്ന വ്യക്തി ആയിരിക്കണം. അനുവദിക്കുന്ന വായ്പയിൽ 25% സ്ത്രീകൾക്ക് ലഭ്യമാകുന്നതാണ്. 55 വയസ്സ് കഴിഞ്ഞ വിധവകൾ, ഭിന്നശേഷിക്കാർ എന്നിവരെ ആദ്യം പരിഗണിക്കുന്നതാണ്. അതുപോലെ തന്നെ അനുവദിക്കുന്ന വായ്പയിൽ 25% ദാരിദ്ര്യരേഖ താഴെയുള്ള വിഭാഗത്തിന് ലഭ്യമാവുന്നതാണ്. വായ്പ തുക പരമാവധി 50,000 രൂപയായിരിക്കും. വായ്പയുടെ 25% സബ്സിഡിയായി സംരംഭകരുടെ ലോൺ അക്കൗണ്ടിൽ നിക്ഷേപിക്കുന്നത്. ഇനി ലോണിൻ്റെ തിരിച്ചടവിനെ കുറിച്ചുള്ള കാര്യങ്ങൾ പറയാം. ഏത് സ്ഥാപനത്തിൽ നിന്നാണോ നാം ലോൺ എടുക്കുന്നത് ആ സ്ഥാപനത്തിൻ്റെ നിയമങ്ങൾക്കും നിബന്ധനകൾക്കും വിധേയമായിട്ടായിരിക്കും തിരിച്ചടവ്. ഈ ഒരു സ്കീം സർക്കാർ ക്രെഡിറ്റ് ഗ്യാരണ്ടി സ്കീമിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കൊണ്ട് തന്നെ നാം എടുക്കുന്ന തുകയ്ക്ക് അല്ലെങ്കിൽ വായ്പയ്ക്ക് ജാമ്യം നൽകേണ്ടതില്ല. ഈ ഒരു പദ്ധതി നടപ്പിലാക്കുന്ന സ്ഥാപനങ്ങൾ ഏതെല്ലാമാണെന്ന് നോക്കാം. ജില്ലാ ദേശസാൽകൃത ബാങ്കുകൾ, ഷെഡ്യൂൾഡ് ബാങ്കുകൾ, സംസ്ഥാന ജില്ലാ സഹകരണ ബാങ്കുകൾ, കേരള ബാങ്ക്, KSFE, മറ്റ് പൊതുമേഖല ധനകാര്യ സ്ഥാപനങ്ങൾ ഇവയൊക്കെ ഈ പദ്ധതിയോട് സഹകരിക്കുന്നവരാണ്. ഈ ബാങ്കിൽ നിന്ന് നമുക്ക് വായ്പ ലഭിക്കുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്കായി തൊട്ടടുത്തുള്ള എംപ്ലോയ്മെൻ്റ് എക്സ്ചേഞ്ചിൽ ബന്ധപ്പെടുക. താങ്ക് യു. ഇൻഫർമേഷൻസ് ഉപകാരപ്രദമായെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യാനും മറക്കണ്ട.